എന്തുകൊണ്ട് ആളുകൾ എൻ്റെ യഥാർത്ഥത്തിൽ ഈ ഒരു ബിസിനസ്സിലല്ല ഇൻവെസ്റ്റ് ചെയ്തത്, എൻ്റെ മേലെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആ ഒരു വിശ്വാസമാണ്. കാരണം എനിക്ക് സീറോ നോളജാണ് ഹോട്ടൽ ഇൻഡസ്ട്രീസ്. ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ അല്ലേ? എല്ലാവരും ഇൻവെസ്റ്റേഴ്സിനെ ഹണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് 700 ഹാപ്പി ഇൻവെസ്റ്റേഴ്സ്. അതൊരു മൈൽ സ്റ്റോൺ അല്ലേ? ഐ തിങ്ക് എൻ്റെ അറിവിൽ, ഐ ഡോണ്ട് നോ ഇത് ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഹോട്ടൽ ബിസിനസ്സിൽ, റിസോർട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽ കൊണ്ടുവരും. എൻ്റെ കൂടെയുള്ള ഫാദറിൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെയാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യമായിട്ട് വന്നത്. പിന്നീട് എന്താണ് എന്നെ അറിയുന്ന ആളുകൾ, കുറേ ആളുകളിലേക്ക് ഇതിൽ. അപ്പോൾ ഒരു മിറാക്കിൾ പോലെ ഞാൻ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എപ്പോഴും അതിശയപ്പെട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ആളുകൾ എൻ്റെ യഥാർത്ഥത്തിൽ ഈ ഒരു ബിസിനസ്സിലല്ല ഇൻവെസ്റ്റ് ചെയ്തത്, എൻ്റെ മേലെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആ ഒരു വിശ്വാസമാണ്. കാരണം എനിക്ക് സീറോ നോളജാണ് ഹോട്ടൽ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ വലിയൊരു എമൗണ്ടാണ്, അവർ ഹാർഡ് ആൻഡ് മണിയാണ് എൻ്റെ കയ്യിലേക്ക് തരുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റേഴ്സായി തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവരെന്നെ ചൂസ് ചെയ്തത്, എന്നെ ഓപ്റ്റ് ചെയ്തതെന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. നിഷിൻ എന്താ വിശ്വസിക്കുന്നത്? മുമ്പ് ഞാൻ ഒരുപാട് ആളുകളായിട്ട് ആ ഇടപാടുകൾ ചെയ്ത ആളുകൾ തന്നെയാണ് എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ആളുകൾ. ഇപ്പോൾ ഞാനെന്താണ് ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറയില്ല, ഒരു ബിസിനസ് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ചെയ്യില്ല. അതിലെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ അല്ലേ എന്നുള്ള വ്യക്തമായി ഞാൻ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ഇൻവെസ്റ്റേഴ്സിനോട് ഞാൻ പറയാറുള്ളൂ. ഒരു സാധനം ഞാൻ വിൽക്കുമ്പോൾ, ഞാൻ 10 വർഷത്തിൻ്റെ കരിയർ ഉണ്ടായിരുന്നില്ല, ആ സാധനങ്ങൾ ഞാൻ എന്താണ് ഒരു സ്വർണ്ണ ബിസിനസ്സിലാണെങ്കിലും എന്താണ് ഞാൻ സത്യം മാത്രം പറയാൻ എപ്പോഴും ശ്രമിക്കുന്ന ആളാണ്.